وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ. الحمد لله نحمده وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ ഉമ്മത്തിൽ ഇൽമുൽ കലാമിൻ്റെ ആളുകൾ, അതുപോലെ ഫൽസഫയുടെ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ദൂരവ്യാപകമായിട്ടുള്ള അപകടത്തെ സംബന്ധിച്ചാണ് ഇമാം ബർബഹാരി റഹിമഹുള്ള വളരെ ഗൗരവപരമായി വിശദീകരിച്ചിട്ടുള്ളത്. വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെയാണ് ബർബഹാരി റഹിമഹുള്ള കടക്കുന്നത്. ഖാല റഹിമഹുല്ലാ വൽ ഈമാനു ബിഅന്ന അല്ലാഹ തആല അത്ലഅ നബിയഹു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മാ യകൂനു ഫി ഉമ്മത്തിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ തന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഗൈബ് അറിയുകയില്ല. അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ ഗൈബ് അറിയുകയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദീനുൽ ഇസ്ലാമിലെ അടിസ്ഥാന വിഷയങ്ങളിൽപ്പെട്ടുള്ള കാര്യമാണ്. ഖുൽ ലാ യഅലമു അൽ ഗൈബ് ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ആകാശഭൂമികളിലുള്ള ഒരാൾക്കും ഒന്നിനും ഗൈബ് അറിയുകയില്ല എന്നുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അമ്പിയാക്കൾക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ദീനിന്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ട്, ദഅവത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ അമ്പിയാക്കൾക്ക്, മുർസലീങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അല്ലാഹു ഗൈബ് അറിയുന്നവനാണ്. ആ ഗൈബ് ആർക്കും തന്നെ അവൻ വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ഇല്ലാ മൻ ഇർതദാ മിർ റസൂലിൻ. അല്ലാഹു തൃപ്തിപ്പെടുന്ന അവന്റെ മുർസലീങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൽ നിന്ന് വളരെ കുറച്ചു മാത്രം എന്ത് ചെയ്യും, അല്ലാഹു വെളിപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്രകാരം തന്നെ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും അതിന് മുന്നോടി ഉണ്ടാകുന്ന ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ സംബന്ധിച്ച്, മുന്നോടി ഉണ്ടാകുന്ന ഫിത്നകളെ സംബന്ധിച്ച് എല്ലാം വിശദമായി എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം സമുദായം പല കക്ഷികളായി ഭിന്നിക്കുമെന്നുള്ളതും, ആ ഭിന്നിക്കുന്ന കക്ഷികളിൽ ഓരോ കക്ഷികളുടെയും വിശേഷണങ്ങൾ എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടുക, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ വ്യതിയാനങ്ങൾ എന്നുള്ളതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ റസൂലുള്ളാഹി മുൻകൂട്ടി തന്നെ ഉമ്മത്തിനെ പഠിപ്പിച്ചു. ജനങ്ങൾ എന്താണ്, അതത് കാലഘട്ടങ്ങളിൽ ആ ഫിത്നകളിൽ നിന്ന്, ആ കക്ഷിത്വങ്ങളിൽ നിന്ന്, വഴികേടുകളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിയാമത്ത് നാൾ വരെ തന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്നുള്ളത് മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചുരുക്കി റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ
ഈ ഉമ്മത്തിൽ ഷിർക്ക് വരുമെന്ന് പറഞ്ഞു, ബിദ്അത്തുകൾ വരുമെന്ന് പറഞ്ഞു, എത്ര കക്ഷികളായി ഭിന്നിക്കുമെന്ന് പറഞ്ഞു. പലതിന്റെയും വിശദാംശങ്ങൾ അത്ഭുതകരമായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ. അപ്രകാരം പറഞ്ഞതിൽ പെട്ടതാണെന്ത്? വഅലം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ സതഫ്തരിഖു ഉമ്മതി അലാ 73 ഫിർഖ. എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കും. കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വഹിദ. ആ കക്ഷികളെല്ലാം തന്നെ നരകത്തിലായിരിക്കും. അതിന്റെ പര്യവസാനം ഒരൊറ്റ കക്ഷി ഒഴികെ. വഹിയൽ ജമാഅ, അതാണ് അൽ ജമാഅത്ത്. ഖീല മൻ ഹും യാ റസൂലല്ലാഹ്. മറ്റൊരു റിവായത്തിൽ റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടു, അവരാരാണ് രക്ഷപ്പെടുന്ന കക്ഷി എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി മാ അന അലൈഹി അൽ യൗമ വസ്ഹാബി. ഞാനും എൻ്റെ സഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത്, ആ മാർഗത്തിൽ നിലകൊള്ളുന്നവരാണ്, ആ മാർഗത്തിൽ നിലകൊണ്ട് മരണം വരിക്കുന്നവരാണ് ആര്? രക്ഷപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്നവരെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് മുൻകൂട്ടി അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോ ഈ ഒരു ഹദീസ് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു ഹദീസാണിത്. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, 5 നേരത്തെ നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം മതിയാവുന്നതല്ല. മറിച്ച് തൻ്റെ വിശ്വാസം പഠിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ എന്തായിരുന്നു സച്ചരിതരായിട്ടുള്ള സഹാബത്തിന്റെ അവരുടെ അഖീദ എന്താണെന്ന് പഠിക്കൽ നിർബന്ധമാണ്. എന്നിട്ട് അതിന് നേർ യോജിക്കുന്ന രൂപത്തിലുള്ള അഖീദയായിരിക്കണം ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത്. ഇല്ല എങ്കിൽ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല. ഈ ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം ബിദ്അത്തുകൾ കൊണ്ട് ഏറും കളിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ തരത്തിലുള്ള ബിദ്അത്തുകളുമാണ് എന്ത് ചെയ്യുന്നത്? പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇന്ന് വേദിയുണ്ട്. അപ്പൊ ഞാൻ മുസ്ലിമാണ്, 5 നേരത്തെ നിസ്കരിക്കുന്നുണ്ട്, റമദാൻ മാസം നോമ്പെടുക്കുന്നുണ്ട്, ഹജ്ജിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ മേലുള്ളത്. നമ്മുടെ വിശ്വാസം ശരിയാണോ എന്നുള്ളത് പരിശോധിക്കണം. അത് പഠിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് പരിശോധിക്കാൻ പറ്റുന്നത്. നോക്കൂ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ അൻകറൽ ഹൗദ് ഫലാ യശ്റബു മിൻഹു. ഒരാള് ഹൗദിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ, റസൂലുള്ളാഹിക്ക് ഹൗദുൽ കൗസർ ഉണ്ട് എന്നുള്ള കാര്യം നിഷേധിച്ചു കഴിഞ്ഞാൽ, ഇന്ന് എത്ര വിഭാഗങ്ങൾ നിഷേധിക്കുന്നുണ്ട്, അവർക്ക് അതിൽ നിന്ന് കുടിക്കാൻ സാധിക്കുകയില്ല. അപ്രകാരം തന്നെയാണ് അള്ളാഹുവിനെ കാണും, സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ ദർശിക്കാൻ സാധിക്കുമെന്നുള്ള നിഷേധിക്കുന്നവർക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല. അപ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം ബിദ്അത്തിൽ അകപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ഗയ്യറ വബദ്ദൽ. മാറ്റത്തിരുത്തലുകൾ വരുത്തിയവര് അകന്നു പോകുക എന്നാണ് പറയപ്പെടുക. അവർക്ക് ഹൗദുൽ കൗസർ കുടിക്കാൻ സാധിക്കുകയില്ല. അപ്പോ വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ഇന്നത്തെ മുസ്ലിം വിഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ കൂട്ടത്തിൽ എന്തുണ്ട്? പല കക്ഷികളുണ്ട്. ആ ചില കക്ഷികളിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ചില സൂഫി തരീഖത്തുകളുടെ അവസ്ഥ അതാണ്. അതുപോലെ തന്നെ ചില ഈ ഇൽമുൽ കലാമിനും ഫൽസഫക്കൊക്കെ പ്രാധാന്യം നൽകുന്ന കക്ഷികൾ, ഹദീസ് നിഷേധവും ദീനിനെ കളിയും തമാശയുമായിട്ട് എടുക്കുന്നവര്, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഭാഗങ്ങൾ, ദീനിനെ ഒരു രാഷ്ട്രീയ മാർഗം മാത്രമായിട്ട് കാണുന്ന ആളുകൾ, അധികാരത്തിലേക്കുള്ള ഒരു മാർഗമായിട്ട് മാത്രം കാണുന്ന ആളുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള വിഭാഗങ്ങളുണ്ട്. ആ പല വിഭാഗങ്ങളും അത് ചെന്നെത്തിയിരുന്ന ചിലപ്പോൾ എന്താണ്, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥയാണുള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അൽ ജമാഅത്തിൽ ഉണ്ടോ? എന്താണ് അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ? അതാണ് അഹ്ലുൽ ഹദീസ് എന്നുള്ളതാണ് സലഫു സാലിഹീങ്ങൾ അതിന് വിശദീകരിച്ചിട്ടുള്ളത്. ആ അഹ്ലുൽ ഹദീസിന്റെ അഖീദയിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ബുഖാരി, അതുപോലെ തന്നെ ഇമാം മുസ്ലിം, അൽ ഔസാഇ, സുഫിയാൻ അസ്-സൗരി,
ഇങ്ങനെയുള്ള അയിമ്മത്തുകളുടെ അഖീദയിലാണോ നമ്മൾ ഉള്ളത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്, ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സഹാബത്തിന്റെ അഖീദയിലാണ് നമ്മൾ തുടരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ശർഹുസുന്ന പോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത്. ആ ഒരു ഇതുപോലുള്ള ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നത് എന്താണ്? സലഫുകളുടെ അഖീദയാണ്, സഹാബത്തിന്റെ അഖീദയാണ് പഠിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് പഴിച്ചുപോയ കക്ഷിയാണ് ജഹ്മികൾ. ആ ജഹ്മികളെ സംബന്ധിച്ച് ഇമാം ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം പഴിച്ച കക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഓരോ കക്ഷികളെ ഇങ്ങനെ എണ്ണി, എന്നിട്ട് അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, താങ്കൾ എന്താ ജഹ്മികളെ കുറിച്ച് എണ്ണാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇന്നമാ ഉഖല്ലിമുക അനിൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളെ കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുന്നത്, ജഹ്മികള് മുസ്ലിമീങ്ങളല്ല, കാഫിരീങ്ങളാണ്. അപ്പോ അങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ സൂഫി തരീഖത്തുകള്, ഈ ഇൽമുൽ കലാമിനും ഫൽസഫക്കും മുൻഗണന നൽകുന്നവര്, ഇതിലൊക്കെ അകപ്പെട്ടു പോയാൽ ഇസ്ലാമിന്റെ കോലുണ്ടാകും, വസ്ത്രധാരണം ഉണ്ടാകും, പക്ഷേ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നുണ്ടാകും, പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം അവിടെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം എന്നുള്ള ഹദീസിന് സഈദ് ഇബ്നു ജുബൈർ അതിനെ വിശദീകരിച്ചത്, ആമൻതു ബില്ലാ എന്നുള്ളത് അത് ഈമാനാണ് അറിയിക്കുന്നത്, സുമ്മ ഇസ്തഖിം എന്ന് പറയുന്നത് എന്താണ്? അത് അൽ ഇസ്തിഖാമ അല സുന്ന, സുന്നത്തിൽ മുറുകെ പിടിക്കൽ, സുന്നത്തിൽ അടിയുറച്ച് നിൽക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹക്കദാ കാന ദീൻ ഇലാ ഖിലാഫത്തി ഉമറ ഇബ്നുൽ ഖത്താബ്. അപ്പോ ദീനുൽ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ ഹക്കായ ദീൻ അടിയുറച്ചു നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അതേ രൂപത്തിൽ തന്നെ അടിയുറച്ചു നിന്നു, യാതൊരു മാറ്റത്തിരുത്തലുകളും ഇല്ലാതെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ. റസൂലുള്ളാഹി എങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത്, ഏത് അഖീദയിലാണ് വിട്ടേച്ചു പോയത്, ആ രൂപത്തിൽ തന്നെ മാറ്റത്തിരുത്തലുകൾ ഇല്ലാതെ. അൽ ജമാഅതു കുല്ലുഹാ വഹകദാ ഫീ സമനി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ മാറ്റത്തിരുത്തലുകൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സഹാബത്തും ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത കാലഘട്ടത്തിലെ അവസാന നാളുകളിലാണ് എന്ത് ചെയ്യുന്നത്, അബ്ദുല്ലാഹ് ഇബ്നു സബൽ യഹൂദി എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങ് യമനിൽ നിന്ന് കടന്നു വരുന്നത് മദീനയിലേക്ക്, ഇസ്ലാമിന്റെ വേഷം കെട്ടിക്കൊണ്ട്. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യാണ്, അയാൾ ഫിത്നകൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ബസറയിലേക്കും കൂഫയിലേക്കും അതുപോലെ ഡമസ്കസിലേക്കും ഒക്കെ പോയി. അങ്ങനെ ഓരോ നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. പിന്നെ അവസാനം ഈജിപ്തിലേക്ക് എത്തുകയാണ്. അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഉള്ള നേരത്തെ മുർത്തദ്ദുകളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള വൈരാഗ്യങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളെ, യുവാക്കളൊക്കെ ഒരുമിച്ച് കൂട്ടുകയാണ്. നേരത്തെ യാത്ര ചെയ്ത ആളുകളിൽ നേരത്തെ ഒരുമിച്ച് കൂട്ടിയ ബന്ധമുള്ള ആളുകൾക്ക് കത്തിടപാടുകൾ നടത്തുകയാണ്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുകയാണ്. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കുറ്റങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അതിരുകവിയും ചെയ്യുകയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവര് ഒരു ഹജ്ജിന്റെ വേളയില്, സഹാബത്തിന് ഹജ്ജ് പോയ വേളയിൽ എന്ത് ചെയ്യാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കയറിക്കൊണ്ട് എന്ത് ചെയ്യുന്നത്, അറുകൊല ചെയ്യുന്നത്. അതാണ് ഫിത്നയുടെ ആരംഭം എന്ന് പറയുന്നത്, അല്ലേ? ആ ഫിത്നയുടെ ആരംഭം പിന്നീട് അത് അവരുടെ കൂട്ടത്തിൽ നിന്ന് പിന്നെ ഖവാരിജികൾ ഉണ്ടാകുന്നുണ്ട്. സഹാബത്തിന്റെ അവസാന കാലയളവിൽ പിന്നീട് ഖദരികൾ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ മുർജിഅത്തുകൾ ഉണ്ട്, ഖദറിനെ നിഷേധിക്കുന്നവര്. അതുപോലെ തന്നെ ഖവാരിജികളുടെ ഫിത്നയുടെ നേർ വിപരീതമായിട്ട് എന്താ ഉണ്ടാകുന്നുണ്ട്, മുർജിഅകൾ ഉണ്ടാകുന്നുണ്ട്. എന്തു ചെയ്താലും കുഴപ്പമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ മതി, വിശ്വാസം ഉണ്ടായാൽ മതി, പിന്നെ എന്തു ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള വിഭാഗം. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഫിത്നകൾ ആരംഭിക്കുന്നത്. ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ബിദ്അത്തുകളും ഉണ്ടാകുന്നു. വസാറന്നാസു അഹ്സാബൻ, ജനങ്ങൾ പല വിഭാഗങ്ങളായി തീർന്നു. വസാറു ഫിറഖൻ, പല കക്ഷികളായി തീർന്നു. കുറെ ആൾക്കാര് ഖവാരിജുകൾ, കുറെ ആൾക്കാർ ഷിയാക്കള്, കുറെ ആൾക്കാർ ഖദരികൾ, കുറെ ആൾക്കാർ
പിന്നെ ഈ പറയുന്ന രൂപത്തില് മുർജികളായിട്ടുള്ള ആളുകൾ. അവിടെയും ഹക്കിന്റെ മേൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടായി. ഇങ്ങനെ പഴച്ചുപോയ കുറച്ച് ആളുകളാണ് ഓരോ കൂട്ടത്തിലുള്ളത്, ഓരോ നാടുകളിലുള്ളത്. ബഹുഭൂരിപക്ഷവും എങ്ങനെയാണുള്ളത്? ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്ന ആളുകൾ. വഖാല ബിഹി വഅമില ബിഹി, ഹക്ക് സംസാരിക്കുകയും ഹക്ക് കൊണ്ട് അമൽ ചെയ്യുകയും ചെയ്ത ആളുകൾ വലിയ വിഭാഗമായിട്ട് തന്നെ സഹാബത്തിന്റെ അവസാന കാലഘട്ടത്തിലും താബിഈങ്ങളുടെ കാലത്തും താബിഈങ്ങളുടെ കാലത്തും ഉണ്ട്. വദഅന്നാസ ഇലൈഹി, ജനങ്ങളെ ഹക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ടും അവർ തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഉമവികളുടെ കാലഘട്ടത്തിൽ ഒരുപാട് കക്ഷികൾ ഉടലെടുത്തു. പിന്നീട് മുഅ്തസിലികൾ വന്നു. ഇങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ശക്തിയും മേൽക്കോയ്മയും ആർക്ക് തന്നെയാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അതിന്റെ മേൽ അടിയുറച്ചു നിന്നിട്ടുള്ള അയിമ്മത്തുകൾ ഉലമാക്കളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പിന്നീട് ഇമാം ബർബഹാരി പറയുന്നു, ഫക്കാനൽ അംറു മുസ്തഖീമൻ ഹത്താ കാനത് അത്ബഖത്തു الرابعة ഫീ ഖിലാഫത്തി ബനി ഫുലാൻ ഇൻഖലബ الزمان. അങ്ങനെ ഫക്കാനൽ അംറു മുസ്തഖീമൻ, ദീനിന്റെ വിഷയം, വിശ്വാസ കാര്യങ്ങൾ ബഹുഭൂരിപക്ഷം ഉമ്മത്തും അവർ ഇസ്തിഖാമത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അബ്ബാസി ഖിലാഫത്തിന്റെ കാലയളവ് വന്നു. അതില് 4ാമത്തെ ഖലീഫയായിരുന്ന ആളുടെ കാലം വന്നു. അതാണ് മഅ്മൂനിന്റെ കാലഘട്ടം. അങ്ങനെ ഇൻഖലബ ജമാൻ, ആ കാലഘട്ടം നേരെ തിരിഞ്ഞു. ഹക്കിന്റെ ആളുകൾക്ക് മേൽക്കോയ്മ നഷ്ടപ്പെട്ടു, ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ജനങ്ങൾ എന്ത് ചെയ്തു? വളരെയധികം മാറ്റങ്ങൾ വന്നു. വഫശത്തിൽ ബിദ്അത്തുകൾ പ്രചരിച്ചു. നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? മഅ്മൂനിന്റെ കാലഘട്ടത്തിൽ അബ്ബാസി ഖലീഫയായിട്ടുള്ള മഅ്മൂൻ എന്ന് പറയുന്നത് ഹാറൂൺ റഷീദിന്റെ മകനാണ്. അയാള് ഗ്രീക്ക് ഫിലോസഫിയുടെ ഗ്രന്ഥങ്ങളൊക്കെ വ്യാപകമായിട്ട് പരിഭാഷപ്പെടുത്തുകയാണ് അറബി ഭാഷയിലേക്ക്. അതിനു വേണ്ടിയിട്ട് നിയോഗിക്കുന്നത് ആരെയാണ്? പരിഭാഷപ്പെടുത്തുന്നതിന് ജൂതന്മാരെയും നസ്രാണികളെയും മജൂസികളെയുമാണ് പരിഭാഷകരായിട്ട് നിർത്തുന്നത്. അങ്ങനെ അതിലൂടെ ആ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ള വിശ്വാസങ്ങൾ മുസ്ലിമീങ്ങളിലേക്ക് കടന്നുകൂടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് വാളുകൊണ്ട് അടിച്ചേൽപ്പിക്കുകയാണ് മുസ്ലിമീങ്ങളിൽ ചെയ്യുന്നത്. അങ്ങനെ ജനങ്ങളുടെ കാര്യം വളരെയധികം ചേഞ്ചായി. വഫശത്തിൽ ബിദ്അത്തുകൾ പ്രചരിച്ചു എന്നുള്ളതാണ്. വകസുറ ദുആത്ത്, ആ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന ദാഇമാര് അധികരിച്ചു. ഇമാം അഹ്മദിനെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി വരുന്നത് ആരാണ്? ഏകദേശം 80ഓളം ഖാദിമാരാണ് വരുന്നത്. ആ 80ഓളം ഖാദിമാരും ജഹ്മികളാണ്. ഈ ജഹ്മിയത്ത് പോലെ അത്രമേൽ പഴച്ച ഒരു കക്ഷി മുന്നേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത്രമേൽ വഴികേടിന്റെ ആ ജഹ്മികളുടെ ബാക്കി പത്രമാണ് നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന സമസ്തയും തബ്ലീഗ് ജമാഅത്തും അതുപോലെ തന്നെയുള്ള തരീഖത്തും മറ്റ് സംഗതികളൊക്കെ തന്നെ പറയുന്നത്. ഇലാ ഗൈരി സബീലിൽ ഹഖ് വൽ ജമാഅ, ഹക്കിന്റെ മാർഗത്തിലേക്കല്ലാതെ അൽ ജമാഅത്തിലേക്കല്ലാതെ ദഅവത്ത് ചെയ്യുന്ന ധാരാളം പ്രബോധകന്മാരുണ്ടായി. വവഖഅത്തിൽ മിഹ്ന ഫീ കുല്ലി ഷൈ ലം യതകല്ലം ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അസ്ഹാബു വലാ അഹദു മിന അസ്സഹാബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ, അതുപോലെ തന്നെ സഹാബത്ത് സംസാരിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ, അതാണ് ഇൽമുൽ കലാമിന്റെ അവരുടെ വിശ്വാസങ്ങളും അഖീദയും. അതാണ് പ്രചരിച്ചിട്ടുള്ളത്. അത് പ്രചരിപ്പിക്കപ്പെടുകയും അതിനെതിരെ നിൽക്കുന്ന അയിമ്മത്തുകളെ അവരെ ശിക്ഷിക്കുകയും അവരെ വിചാരണ ചെയ്യപ്പെടുകയും അവരെ പരീക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ മഅ്മൂനിന്റെ കാലഘട്ടത്തിൽ ഫിത്നയുടെ വാതില് വലിയ തോതിൽ തുറക്കപ്പെടുകയാണ്. പിന്നീടുള്ള കാലയളവ് മുഴുവൻ ബിദ്അത്തുകാർക്കാണ് എന്ത് ചെയ്യുന്നത്? മേൽക്കോയ്മയുള്ളത്. അത് ഈ ഒരു ബിദ്അത്ത് എന്ന് പറയുന്നത് ജഹ്മികളുടെ ബിദ്അത്തുകളുടെ മുമ്പുള്ള ബിദ്അത്തുകളൊന്നും നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവനിലുള്ള വിശ്വാസത്തെ ബാധിക്കുന്നതായിരുന്നില്ല പലപ്പോഴും. എന്നാൽ ജഹ്മികളുടെ ബിദ്അത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിശ്വാസത്തിന്റെ, അവനിലുള്ള വിശ്വാസത്തെ ബാധിക്കുന്ന, അവന്റെ സിഫാത്തുകളെ ബാധിക്കുന്ന, അവന്റെ അഫ്ആലുകളെ ബാധിക്കുന്ന വിഷയത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പഴിച്ചു പോയിട്ടുള്ളത്. അതിന്റെ ബാക്കിയാണ് നമ്മുടെ നാട്ടിലുള്ള ഖുറാഫികളും
തബ്ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിയും ഹദീസ് നിഷേധികളും എല്ലാ ചപ്പ് ചവറുകളും അതുപോലെ തന്നെ തരീഖത്തുകാരൊക്കെ തന്നെ എന്ന് പറയുന്നത്. ശേഷം ബർബഹാരി റഹ്മുള്ള പറയാണ്, ഇത് ഇമാം ബർബഹാരി റഹ്മുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ് പറയുന്നത്. ഇമാം ബർബഹാരി മരിക്കുന്നത് എപ്പോഴാണ്? ഹിജ്റ 328 അല്ലേ മരിക്കുന്നത്. ആ ഒരു കാലയളവിൽ, അതിന്റെ തൊട്ട് മുമ്പത്തെ കാലയളവിലാണ് എന്ത് ചെയ്യുന്നത്, ഇമാം അഹ്മദും അതുപോലെ തന്നെ ഇമാം ഷാഫിഈയൊക്കെ ജീവിച്ചു മരണപ്പെടുന്നത്. അദ്ദേഹം പറയുന്നു, വദഉ ഇലൽ ഫുർഖ, അഭിപ്രായ ഭിന്നതയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ തരത്തിൽ ഇൽമുൽ കലാമിന്റെ ആളുകൾ, അതിന്റെ ദാഇമാർ എന്ത് ചെയ്യുന്നത്, ക്ഷണിക്കുന്നത്. വഖദ് നഹല്ലാഹു അനിൽ ഫുർഖ, ഈ ഭിന്നതയെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. വഖഫറ ബഅദുഹും ബഅദ, പരസ്പരം അവർ തന്നെ പരസ്പരം, ഈ ജഹ്മികളായ ആളുകൾ, മുഅ്തസിലികളായ ആളുകൾ, ഇൽമുൽ കലാമിന്റെയും ഫൽസഫയുടെയും അഹ്ലുർ റഅയിന്റെയും ആളുകൾ പരസ്പരം തക്ഫീറുകൾ ചെയ്യുന്നുണ്ട്. ചെറിയ വളരെ എന്താണ് മൈന്യൂട്ടായിട്ടുള്ള വളരെ സൂക്ഷ്മമായ വിഷയങ്ങളിൽ പോലും. വകുല്ലുൻ ദഅ ഇലാ റഅയിഹി, ഓരോരുത്തർക്കും സ്വന്തമായ വിശ്വാസങ്ങൾ, ഓരോരുത്തരും അവരുടെ അഭിപ്രായത്തിലേക്കാണ് ജനങ്ങൾ ക്ഷണിക്കുന്നത്. വഇലാ തക്ഫീരി മൻ ഖാലഫഹു, അവരുമായിട്ട് അവർക്കെതിരിടുന്ന ആളുകളൊക്കെ തക്ഫീർ ചെയ്യുക. ഏറ്റവും കൂടുതൽ തക്ഫീർ ചെയ്യുന്ന ആളുകൾ ആരാണ്? ഈ പറയുന്ന ജഹ്മികളും മുഅ്തസിലികളും അശ്അരികളുമാണ്. എന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള ജഹ്മികളും അതുപോലെ അശ്അരി സൂഫികൾ എന്ത് ചെയ്യാണ്, സലഫികളെ ഈ തക്ഫീറിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവരെക്കാളും വലിയ തക്ഫീറുകൾ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ അതുപോലെ തന്നെ വിവരമില്ലാത്ത ആളുകൾ, സാധാരണക്കാരെ ആളുകൾ, അറിവില്ലാത്ത ആളുകൾ, അവർ ദുനിയാവിന്റെ, സാധാരണക്കാരെ ആളുകൾ, അറിവില്ലാത്ത ആളുകൾ പൂർണ്ണമായി ദുനിയാവിലേക്ക് തിരിയാണ് ചെയ്തിട്ടുള്ളത്. ദുനിയാവിലെ ശിക്ഷയെ തൊട്ട് അവരെ പേടിപ്പിക്കുന്നു. ദുനിയാവ് കൊണ്ട് എന്ത് ചെയ്യാണ് അവരെ അവർക്ക് ദുനിയാവിൽ കൊതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജനങ്ങളൊക്കെ ഈ ഭരണാധികാരികളെ പേടിച്ചുകൊണ്ട് അവരുടെ അവരുടെ ഈ കുഫറും സന്ദഖത്തും ജഹ്മിയത്തും പിൻപറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദുനിയാവ് കൊതിച്ചുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഈ അബ്ബാസികളുടെ കാലഘട്ടം, ഈ പറയുന്ന മഅ്മൂനിന്റെ ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കള്ള് വ്യാപകമായി തീർന്നു, സിന പ്രചരിച്ചു. അതിൽപ്പെട്ട ഇപ്പോ ഇമാം അബു നുഐം അൽ ഫദ്ൽ ബിൻ ദുഖൈൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരിക്കൽ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നു. ഒരാൾ എന്ത് ചെയ്യാണ്, ഒരു സ്ത്രീയുടെ ബാക്ക് ഭാഗം പിടിച്ചു നിൽക്കുന്നത് കാണാം. അദ്ദേഹം ഇത് ഇൻകാർ ചെയ്തു. ആ ഇൻകാർ ചെയ്തതിൽ പിടിച്ച ആളല്ല എന്ത് ചെയ്യുന്നത്, പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്, മറിച്ച് ഇത് ഇൻകാർ ചെയ്തിട്ടുള്ള ഇമാം ഫദ്ൽ ബിൻ ദുഖൈനാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോ അംറു ബിൽ മഅറൂഫ് വനഹ്യു അനിൽ മുൻകർ വിലക്കപ്പെട്ടു, സിന വ്യാപരിച്ചു, ലിവാത്ത് വ്യാപരിച്ചു, സന്ദഖത്ത്, മതപരിത്യാഗം, നിഫാഖ് എന്നുള്ളത് അത് വളരെയധികം പ്രചരിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജ്യോത്സ്യം, ഈ മഅ്മൂനിന്റെ ശേഷം വന്നിട്ടുള്ള ഭരണാധികാരിയുള്ള മുഅ്തസിമും പോലുള്ള ആളുകൾ ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ജ്യോത്സ്യന്മാരെ കണ്ടിട്ട്, കണിയാന്മാരെ കണ്ടിട്ടേ പോകാറുള്ള എന്നുള്ള. അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ ബനൂ ഉമയ്യയും പരസ്യമായിട്ട് ചീത്ത പറയൽ വ്യാപരിച്ചു. അതിനൊക്കെ ബാക്കി പത്രമാണ് നമ്മുടെ നാട്ടിലുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതുപോലെ തന്നെ സംഗീതങ്ങളും എല്ലാവിധ തോന്നിവാസങ്ങളും പ്രചരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാഹിത്യങ്ങൾ പ്രചരിച്ചു. ആ സാഹിത്യങ്ങളിലൊക്കെ വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന തോന്നിവാസങ്ങളും അതുപോലെ തന്നെ വ്യഭിചാരങ്ങളും സന്ദഖത്തുകളൊക്കെയാണ് അതിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങേയറ്റം ദുനിയാവിലേക്ക് ജനങ്ങൾ കൂപ്പുകുത്തി, പണവും അതുപോലെ തന്നെ ആസ്വാദനങ്ങളും സുഖലോലുപതയും മാത്രം, അതുപോലെ തന്നെ കള്ളുകുടിയും. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് പള്ളികളിലേക്ക് പോകുന്ന സമയത്ത്, നിസ്കരിക്കാൻ പോകുന്ന 2 കിതാബ് എടുത്തിട്ടാണ് പോവുക. ഒന്ന് കിതാബുൽ ഈമാൻ, കാരണം ജനങ്ങളുടെ ഈമാനൊക്കെ പഴിച്ചു പോയിട്ടുണ്ട്. എന്താണ്,
ജഹ്മിയത്ത് കാരണത്താല്, അതുപോലെ തന്നെ ഇർജാ കാരണത്താല്. മാത്രമല്ല കിതാബുൽ അശ്രിബ പാനീയത്തിന്റെ വിഷയത്തെ സംബന്ധിച്ച്, കാരണം കള്ളുകൂടി പ്രചരിച്ചത് കാരണത്താൽ ആ കാലഘട്ടത്തിൽ അയിമ്മത്തുകൾ ധാരാളമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന സുഹദിന്റെ വിഷയത്തില്, ദുനിയാവ് പരിത്യജിക്കുന്ന വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി. ഇബ്നുൽ മുബാറക്കിന് സുഹദുണ്ട്, ഇമാം അഹമ്മദിനുണ്ട്, അതുപോലെ തന്നെ ഇബ്നു അബി ദുനിയ, നിരവധി ഗ്രന്ഥങ്ങൾ ആ വിഷയങ്ങളൊക്കെ തന്നെ എഴുതി. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അത്രയധികം ദുനിയാവിന്റെ ഫിത്നയും പ്രചരിച്ചു എന്നുള്ളതാണ്. നോക്കൂ, ഇമാം ബർബഹാരി പിന്നീട് പറയുന്നത് فأتبعهم الخلق على خوف في دنياهم ورغبة في دينهم ورغبة في دنياهم. അവരെ പേടിച്ചിട്ട് പിന്നെ ശിക്ഷ ഭയന്നുകൊണ്ട് അവരുടെ അഖീദ പിൻപറ്റുന്ന ജനങ്ങള്, അതുപോലെ തന്നെ ജനങ്ങള് സാധാരണക്കാർ മാത്രമല്ല പണ്ഡിതന്മാരും ഖാദിമാരും ദാഇമാരും ഒക്കെ, അല്ലെങ്കിൽ എന്താണ്, അവരെ ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് എന്നുള്ളതാണ്. ശേഷം പറയുന്നു സുന്നത്തും സുന്നത്തിന്റെ ആളുകളും അവര് എന്താണ്, മൗനികളായിട്ട് മാറി, അവരെ അടിച്ചമർത്തപ്പെട്ടു. ബിദ്അത്ത് പ്രകടമായി അത് അങ്ങേയറ്റം പ്രചരിക്കുകയും ചെയ്തു. ഈ ജഹ്മികളെയും മുർജിയകളെയും പിൻപറ്റിയ ആളുകള് അവർ അറിയാതെ തന്നെ, ജനങ്ങൾ അത് ഒന്നും അറിയാതെ തന്നെ ആ കുഫറിൽ അകപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഖിയാസ് ഉണ്ടാക്കി. ഖിയാസ് എന്ന് പറയുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളിലൊക്കെ ഖിയാസ് ഉണ്ട്. പക്ഷേ അഖീദയില് ഖിയാസ് ബുദ്ധി കൊണ്ട് അളന്നുകൊണ്ട്, ആ ബുദ്ധി കൊണ്ട് തീരുമാനിക്കുന്നത് വിശ്വാസപരമായ കാര്യങ്ങളിൽ അത് കുഫറാണ്. നേരത്തെ അതിനെ സംബന്ധിച്ച് ഇമാം ബർബഹാരി പറഞ്ഞിട്ടുണ്ട്. ഖിയാസ് പ്രചരിച്ചു. വഹമലു ഖുദ്റത്തർ റബ്ബി വആയാതിഹി വഅഹ്കാമിഹി വഅംരി വനഹി അലാ ഉഖൂലിഹിം വആറാഇഹിം. അല്ലാഹുവിന്റെ ഖുദ്റത്ത്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വചനങ്ങൾ, അള്ളാഹുവിന്റെ വിധികൾ, അവന്റെ കൽപ്പനാ വിലക്കുകൾ ഒക്കെ അവരുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ തുടങ്ങി, അവരുടെ യുക്തികൾ കൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറെ വിഭാഗങ്ങൾ ജബരികളായി. അള്ളാഹു എന്താണ്, അവന്റെ ഖുദ്റത്ത് എന്ന് പറയുന്നത് അവൻ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുറെ വിഭാഗം എന്താണ്, ഖദറിനെ തന്നെ നിഷേധിക്കുന്നവരുണ്ടായി, നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നവർ സ്വീകരിക്കും. അവർ യുക്തിക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്, എതിരാകുന്നത് തള്ളുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ള അശാരികളും അത് തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ ഒന്നാമത്തെ അടിസ്ഥാനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, തഖ്ദീമുൽ അഖ്ലി അൻ നഖൽ, പ്രമാണത്തെക്കാളും ബുദ്ധിക്ക് മുൻഗണന നൽകുക എന്നുള്ളതാണ് അശരീയത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം അങ്ങേയറ്റം എന്തായി, അപരിചിതാവസ്ഥയിലായി തീർന്നു. വസ്സുന്നത്തു ഗരീബ, സുന്നത്ത് അപരിചിതമായി തീർന്നു. അഹ്ലുസ്സുന്നത്തി ഖുറബ, സുന്നത്തിന്റെ ആളുകൾ അങ്ങേയറ്റം ഖുറബാക്കളായി, അപരിചിതത്തിന്റെ ആളുകളായി. ഫി ജൗഫി ദിയാരിഹിം, അവർ സ്വന്തം നാട്ടിൽ അവരെ ആരും തിരിച്ചറിയാതെ, അതുപോലെ തന്നെ അവരുടെ ദീനിനെ ആരും തിരിച്ചറിയാതെ. ഇത് ഏത് കാലഘട്ടത്തിലാണ് പറയുന്നത്? 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് പറയുന്നത്. അയിമ്മത്തുകളുടെ കാലഘട്ടത്തിലാണ് പറയുന്നത്. 1100 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഗതിയാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഫിത്ന അതിന്റെ ഏറുംകളി നടക്കുന്ന കാലഘട്ടത്തിൽ, അതിന്റെ കുത്തൊഴുക്ക് നടക്കുന്ന കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ അല്ലേ, എന്തായിരിക്കും ഇന്നത്തെ ഒരു മുസ്ലിമിന്റെ ഖുർബത്ത് എന്ന് പറയുന്നത്? അതുകൊണ്ടാണ് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളത്, ഇദാ റഅയ്ത അർ-റജുല യുസ്നി അലൈഹി കുല്ലു ജിറാനിഹി ഫഅലം അന്നഹു സിദ്ദീഖ്. നീ ഒരാളെ കാണുകയാണ്, അവന്റെ എല്ലാ അയൽവാസികളും അവനെ പുകഴ്ത്തി പറയുന്നുണ്ട് എന്ന് കാണുകയാണെങ്കിൽ അവൻ സിദ്ദീഖ് ആയിരിക്കും. കാരണം യഥാർത്ഥ സുന്നിയെ എല്ലാവരും പുകഴ്ത്തി പറയൂല, ആർക്കും അവനെ പിടിക്കൂല, അവൻ ഗരീബായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, യഅതി അലന്നാസി സമാനുൻ യകൂനുൽ മുഅ്മിനു ഫീഹി അദല്ലു മിനൽ അമ. ഒരു കാലഘട്ടം മുസ്ലിമീങ്ങൾക്ക് വരും, മുഅ്മിനീങ്ങൾക്ക് വരും. ആ ഒരു കാലഘട്ടത്തിൽ ഒരു മുഅ്മിൻ അടിമ സ്ത്രീയെക്കാളും എന്തായിരിക്കും, നിന്ദ്യനായിരിക്കും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇത് ഇമാം ബർബഹാരിയുടെ ആ കാലഘട്ടം, ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടമാണ്. ഹിജ്റ 327 ആദ്യ 300-ൽ നടന്ന സംഭവമാണ് പറയുന്നത്. അപ്പോ എത്രത്തോളം ഖുർബത്തുണ്ടോ അതിനനുസരിച്ച് അജ്ർ വർദ്ധിക്കും എന്നുള്ളതാണ്. അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ. ഫിത്നയുടെ കാലഘട്ടത്തിൽ ഇബാദത്തിലായി തീരുക, സുന്നത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഹിജ്റ പോകുന്നതിന് തുല്യമാണ്. ഇബാദത്തിനേക്കാളും അഫ്ദലാണ് വിശ്വാസപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പറഞ്ഞു, അജ്റുക അലാ ഖദ്രി നസബിക്, നിന്റെ പ്രയാസത്തിനനുസരിച്ചാണ് പ്രതിഫലം നിർണ്ണയിക്കപ്പെടുക. എത്രയധികം ഖുർബത്തുണ്ടോ, എത്ര കഷ്ടത നമ്മൾ സുന്നത്തിൽ അടിയുറച്ചു നിൽക്കുന്നതിന് വേണ്ടി അനുഭവിക്കേണ്ടി വരുന്നോ, അതിനനുസരിച്ച് പ്രതിഫലം വർദ്ധിക്കും. അതുകൊണ്ടാണ് ഖുർബത്തിന്റെ കാലഘട്ടത്തിലുള്ള ഹക്കിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾക്ക് അജ്റുൽ 50 മിന സഹാബ, സഹാബത്തിലുള്ള 50 ആളുകളുടെ അമലിന്റെ പ്രതിഫലം ഉണ്ടാകും എന്നുള്ളത്. ആ ഒരു അമല് 50 ആളുകൾ ചെയ്യുന്നതിന്റെ പ്രതിഫലം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. ഇമാം ബർബഹാരിയുടെ കാലഘട്ടം, അതിനു മുമ്പുള്ള കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിൽ എത്ര അയിമ്മത്തുകളാണ് പീഡിപ്പിക്കപ്പെടുന്നത്. ഇമാം അഹ്മദ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇമാം നുഐം ഇബ്നു ഹമ്മാദ്, അദ്ദേഹം കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഇമാം സുഫിയാൻ തൗരി അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ, ഔസാഇ, അതുപോലെ തന്നെ ഇമാം ഷാഫിഈ, ഇവരെല്ലാവരും എന്ത് ചെയ്യാണ്, അങ്ങേയറ്റം പീഡിപ്പിക്കുന്നു. കുറെ ആൾക്കാർ കൊല്ലപ്പെടുന്നു, കുറെ ആൾക്കാർ ജയിലിൽ അടക്കപ്പെടുന്നു, അതുപോലെ തന്നെ ചാട്ടടിക്ക് വിധേയമാക്കപ്പെടുന്നു, നാട് കടത്തപ്പെടുന്നു. ഇമാം ബുഖാരി ഓരോ നാടുകളിൽ നിന്നും ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, നാട് കടത്തപ്പെടുന്നു, പിന്നെ അവിടുന്ന് വീണ്ടും നാട് കടത്തപ്പെടുന്നു. അങ്ങനെ അവസാനം ഗത്യന്തരമില്ലാതെ ഹർത്തങ്ക് എന്ന് പറയുന്ന ഒരു നാട്ടിൽ എത്തിച്ചേർന്ന് അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആരോരുമില്ലാതെ മരണപ്പെടുന്നത്. ഇമാം ബർബഹാരി റഹ്മഹുല്ലാ, അദ്ദേഹം ഒരു വീട്ടിൽ എന്ത് ചെയ്യാണ്, ഒരു വീട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഒറ്റക്കായിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. അവിടെ ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ ഭൃത്യനായിട്ടുള്ള ഒരു ഭൃത്യനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ വെച്ചിട്ടാണ് ആരോരുമില്ലാതെ മരണപ്പെടുന്നത്. അല്ലേ? ഇതാണ് ഗുർബത്ത് എന്ന് പറയുന്നത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഗുർബത്ത് എന്ന് പറയുന്നത്. ഇമാം ഷാഫിഈ അവരെ കുറിച്ച് പറയുന്നുണ്ട്, ഈ ജഹ്മികളെ സംബന്ധിച്ചൊക്കെ, അദ്ദുനിയ മഅഹും, അവര് കൂടെയാണ് എന്തുള്ളത്, ദുനിയാവുള്ളത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളൊക്കെ അവരുടെ കൂടെ, ഉലമാക്കൾ അവരുടെ കൂടെ, ഖാദിമാർ അവരുടെ കൂടെ. അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒറ്റപ്പെട്ട ആളുകൾ, അവർ പീഡിപ്പിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, നാട് കടത്തപ്പെടുന്നു. അല്ലേ? ഇത് ആ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നും അത് നിർബാധം തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ, ഗുർബത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഹഖിന്റെ മേലെ അടിയുറച്ചു നിന്നുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. അതിനോടൊപ്പം നമ്മൾ സബബായി സ്വീകരിക്കേണ്ടത് സലഫു സാലിഹീങ്ങളുടെ അഖീദ പഠിക്കുക, ശർഹ് സുന്ന പോലുള്ള കിതാബുകൾ, ഇമാം ആജൂരിയുടെ ശരീഅ പോലുള്ള ഗ്രന്ഥങ്ങൾ, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഉസൂൽ സുന്ന പോലുള്ള ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ സുന്ന ലിൽ ഇമാം ഖല്ലാൽ, അതുപോലെ തന്നെ നിരവധി അലിബാന ലിബ്നു ബത്ത, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുക, വായിക്കുക. ഇതാണ് ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ, സഹാബത്തിന്റെ, സലഫുകളുടെ അഖീദയിൽ അടിയുറച്ചു നിൽക്കാൻ ദുആ കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്. നസ്അലുല്ലാഹു തൗഫീഖ്. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.